പാകിസ്ഥാൻ പട്ടാളക്കാരടക്കം ഈ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് പിന്തിരിഞ്ഞോടുന്നു, LOCയിൽ തിരിച്ചടി നേരിടുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു കോമഡി സഭയായിട്ട് മാറുകയാണ്. അവിടെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശം ഇപ്പോൾ പാകിസ്ഥാൻ സെനറ്ററായിട്ടുള്ള പൽവാഷ മുഹമ്മദ് സായി ഖാൻ നടത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അയോധ്യയിലെ പുതിയ ബാബറി പള്ളിയുടെ ആദ്യ ഇഷ്ടിക പാകിസ്ഥാൻ പട്ടാളക്കാർ സ്ഥാപിക്കുമെന്നതാണ് ഇവരുടെ വിവാദ പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തമ്മിൽ തല്ലിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തുക എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നത്. കാരണം ഈ കൂട്ടത്തിൽ ഇവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: സിഖുകാരൊരിക്കലും യുദ്ധം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ആക്രമിക്കില്ല. അതായത് ഇന്ത്യൻ മിലിറ്ററിയിലെ സിഖുകാർ ആക്രമിക്കില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഗുരു നാനാക്കിന്റെ ദേശമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് അവർ ആക്രമിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മുൻപ് നടന്ന യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെ ഏറിലിട്ട് അറഞ്ചം പുറഞ്ചം അടിച്ചത് ഈ സിഖുകാരാണ്. പക്ഷേ ഇവര് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുകയാണ്. ഈ ബാബറി മസ്ജിദിന്റെ കേസും അയോധ്യ രാമക്ഷേത്രവും ഒക്കെ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ചൂട് പിടിച്ച ചർച്ചയായിരുന്നു. പക്ഷേ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കോടതിയുടെ ഇടപെടലോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതാണ്. പിന്നെയും ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ഈ തീ കോരിയിട്ട് ആളിക്കത്തിച്ച് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പട്ടാളം മറ്റേ ഇന്ത്യക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഉഡായിപ്പ് പരിപാടിയാട്ടോ. നേരാൻ വണ്ണം ഒന്നിനും കൊള്ളില്ലെങ്കിലും സകല കൊള്ളരുതായ്മയും കയ്യിലുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: അയോധ്യയിലെ പുതിയ ബാബറി പള്ളിയുടെ ആദ്യ ഇഷ്ടിക പാകിസ്ഥാൻ സൈനികർ തന്നെ സ്ഥാപിക്കും. ആദ്യത്തെ ബാങ്ക് വിളി സൈനിക മേധാവി അസീം മുനീർ തന്നെ നൽകും എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വളകൾ ധരിക്കുന്നില്ല എന്നൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചരിത്ര പശ്ചാത്തലവും ഇന്ത്യയിലെ സാഹചര്യങ്ങളും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മുടെ ചരിത്രം അങ്ങനത്തേതാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്: പാകിസ്ഥാൻ ഈ കാണിക്കുന്നത് നമ്മളോടുള്ള സ്നേഹമല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല അവർ ഈ കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നതേ ഉള്ളൂ, ഇന്ത്യയെ പീസാക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഇസ്ലാമിക സ്നേഹം പറയും, ഇടയ്ക്ക് ചിലപ്പോൾ ഹൈന്ദവ സ്നേഹം പറയും, അല്ലെങ്കിൽ വിദ്വേഷം പറയും. അവരുടെ ഒറ്റ ഉദ്ദേശം ഇന്ത്യ ശക്തമാകരുത്. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനയ്ക്കും വേണ്ടതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്ന് വിഭജനം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയ പാകിസ്ഥാൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു? ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്നിപ്പോ പാകിസ്ഥാൻ സ്വർഗം പോലെ വികസിതമായ ഒരു രാജ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ ഈ പറയുന്നതിലൊക്കെ. പാകിസ്ഥാൻ എന്തിന്റെ കുഴപ്പമായിരുന്നു? പാകിസ്ഥാന് അവരാഗ്രഹിച്ചതുപോലെ ഇസ്ലാം മതം മാത്രമേ അവിടെ പ്രധാനമായിട്ടുള്ളൂ. അവിടെ ഭരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ്. അവിടെ ഉള്ളത് ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യമുള്ള നിയമ സംവിധാനങ്ങളാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അവരാഗ്രഹിച്ച എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. ഇഷ്ടമുള്ളതുപോലെ അവരുടെ രാജ്യത്തിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു 1947 ശേഷം. പക്ഷെ അവരെന്തുകൊണ്ട് വികസിച്ചില്ല? പാകിസ്ഥാനിൽ ഇസ്ലാം മതത്തിന്റെ അവസ്ഥ എന്താണ്? തമ്മിലടിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ. അപ്പോൾ ഇസ്ലാമിന്റെ സംരക്ഷകരല്ല, മുസ്ലിമുകളുടെ സംരക്ഷകരല്ല, സാധാരണ മനുഷ്യരുടെ സംരക്ഷകരുമല്ല ഇവര്. അവർക്ക് അവരുടെ രാജ്യത്തെ മുസ്ലിമുകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ രാജ്യത്തുള്ള അനൈക്യം പരിഹരിച്ചിട്ട് രാജ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവരുടെ രാജ്യത്തെ പട്ടിണി മാറ്റാൻ പറ്റുന്നില്ല. അവരുടെ രാജ്യത്തെ വികസന രാജ്യമാക്കി മാറ്റാൻ കഴിയുന്നില്ല. പക്ഷെ അവർക്ക് അവരുടെ ആഗ്രഹം ഇതാണ്. പക്ഷെ അയോധ്യയിൽ വന്നിട്ട് ഒരു പള്ളി പണിയണമെന്നാണ്. അയോധ്യയിൽ പള്ളി വരുന്നുണ്ട്, അമ്പലം മാത്രമല്ല അവിടെ പള്ളിയും വരുന്നുണ്ട്. ആ പള്ളിയുടെ കല്ലുകൾ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിമുകൾക്ക് അറിയാൻ പാകാൻ വേണ്ടി. അതിനിപ്പോ ഒരു പാകിസ്ഥാനികളുടെ സഹായം ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. ഈ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയവരാണ് ഇന്ന് പാകിസ്ഥാനിലുള്ളവര്. അവർക്കിപ്പോ ഇന്ത്യയോടും ഇന്ത്യയിലെ മുസ്ലിങ്ങളോടും ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇന്ത്യയിലെ സിഖുകാരോട് ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക എന്നതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇവിടെ പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ ആരും ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും സിഖുകാർക്കിടയിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുണ്ട്. ഭാഗ്യക്കേട് കൊണ്ട് നമ്മളെല്ലാം ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് അത് പലതും സഫർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാരും നമ്മുടെ കുറ്റം കൊണ്ടല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്നും ഇവിടെ ചിലത് നീറിപ്പുകയുന്നത്. പക്ഷെ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം: നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഈ രാജ്യത്തുള്ള നമ്മൾ ഓരോരുത്തരുടേതുമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിടയിലുള്ള തർക്കങ്ങളെ മുതലെടുത്തുകൊണ്ട് നമ്മളെ തന്നെ തമ്മിലടിപ്പിക്കുക, അതായത് ചെമ്മരി ആടുകളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാമെന്നുള്ള കഴുകൻ കണ്ണുകളുമായിട്ട് ഈ നിൽക്കുന്ന പാകിസ്ഥാനെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒക്കെ ഉണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ഇന്ത്യയിലെ പ്രശ്നം അതിപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. ഇതിന്റെ ഇടയിൽ കയറി നമുക്കിട്ട് പണിയാൻ ഒരു പാകിസ്ഥാനിയും ഒരു ചൈനക്കാരനും ഒരു സായിപ്പും വരേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്കറിയാം പരിഹരിക്കാൻ. അത് നമ്മൾ തമ്മിൽ ആയിക്കോളാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.